മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഈ ജനുവരി 21-ന് 22,000 പ്ലസ് വേക്കൻസിയുമായിട്ട് റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. അതായത് 22,000 വേക്കൻസി മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു ചെറിയ വേക്കൻസി ആയിട്ട് കണക്കാക്കരുത്. റെയിൽവേ NTPC ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും കൂടെ ചേർത്തെടുത്താൽ 8,000 വേക്കൻസിയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എത്ര വേക്കൻസി ഉണ്ട്? 22,000 പ്ലസ് വേക്കൻസി ഉണ്ട്. മാത്രമല്ല എല്ലാ വർഷവും ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻ 21-ാം തീയതി വരുമ്പോൾ 2 ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവരുടെയും മനസ്സിനകത്ത് വരുന്നത്. ഒന്ന്, ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും? നിങ്ങളെ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആകാനാണ് സാധ്യത. കാര്യം ക്വാളിഫിക്കേഷൻ ഒരു മാറ്റമുണ്ട്. അങ്ങനെയൊന്നും റെയിൽവേ പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ SSLC ആയിരിക്കും ക്വാളിഫിക്കേഷൻ വരുന്നത്. 10ാം ക്ലാസ് പാസ്സാണോ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഇതിന്റെ ഏജ് ലിമിറ്റ് എത്രയാണ്? കഴിഞ്ഞ തവണത്തെ പോലെ 36 വയസ്സായിട്ട് കൂട്ടും, അല്ലെങ്കിൽ 1992 ജനിച്ചവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കൂ? അങ്ങനെയൊക്കെ പല കൺഫ്യൂഷനും വരും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ റെയിൽവേ തന്നെ പറയുന്നുണ്ട് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഏജ് ലിമിറ്റ് വരുന്നത്. കഴിഞ്ഞ തവണ 2025 ആദ്യം CEN നമ്പർ 08/2024 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ കൊറോണ കാരണം റെയിൽവേ ഒരു തവണത്തേക്ക് 3 വർഷത്തേക്ക് ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ 33 വയസ്സ് വരെ മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ UR ആണെങ്കിൽ നോക്കുക, ജനറൽ കാറ്റഗറി ആണെങ്കിൽ 2/1/1993 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. മറക്കണ്ട, 2/1/1993 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതായത് 92 അല്ല, 93 ഓക്കെ. അപ്പൊ അതേസമയം OBC ആണെങ്കിൽ 3 വർഷം ഇളവുണ്ട്. OBC ആണെങ്കിൽ 2/1/1990 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതേസമയം SC ST നോക്കുകയാണെങ്കിൽ SC ST ആണെങ്കിൽ 2/1/1988 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ മിനിമം വരുന്നത് 18 വയസ്സാണ്. 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ജനറൽ കാറ്റഗറി ആണെങ്കിൽ 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC ST ആണെങ്കിൽ 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് കൃത്യമായിട്ടുള്ള ഏജ് ലിമിറ്റ് വരുന്നത്. കൺഫ്യൂഷനിലല്ലോ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് നോക്കുക, പലരുടെയും മറ്റൊരു ഡൗട്ട്, ഇതിനകത്ത് ഏതൊക്കെ സെക്ടറിലാണ് വേക്കൻസി വരുന്നത്? അപ്പൊ നോക്കാം, റെയിൽവേ ഡീറ്റെയിൽ ആയിട്ട് വേക്കൻസി ലിസ്റ്റ് എല്ലാം ബാക്കിയെല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ട്രാക്ക് മെയിൻ്റെനർ നോക്കുകയാണെങ്കിൽ അവിടെ മാത്രം 11,000 പ്ലസ് വേക്കൻസി കിടപ്പുണ്ട്. സോ 22,000 ഒരു ചെറിയ വേക്കൻസി അല്ല, പഠിച്ച ജോലി കിട്ടുന്ന ഒരു സാധനം തന്നെയാണ്. അത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തോ, പഠിച്ചോ, അടിപൊളി സാലറി ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ, എക്സാം പാറ്റേൺ എങ്ങനെയാണ് വരുന്നത്? ഒരു മാറ്റവും ഇല്ല. മീൻസ് സയൻസ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക് ആയിരിക്കും. 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്. മാത്സ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്. റീസണിങ് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്കാണ്. റീസണിങ് വന്നിട്ട് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്. ദെൻ ജനറൽ അവയർനെസ് ആണ് കറണ്ട് അഫേഴ്സ് ആയിരിക്കും കൂടുതൽ വരുന്നത്. കറണ്ട് അഫേഴ്സ് വന്നിട്ട് 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്. അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക്. 1.5 മണിക്കൂറാണ് എക്സാമിന്റെ സമയം വരുന്നത്. 1.5 മണിക്കൂർ. ഒക്കെ SSC എക്സാം ഒക്കെ 1 മണിക്കൂർ ആയിരിക്കുമ്പോൾ ഇവിടെ 1.5 മണിക്കൂറാണ് പരീക്ഷയുടെ സമയം വരുന്നത്. ഒരു 70 പ്ലസ് മാർക്കൊക്കെ മേടിച്ചാൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ് ഡി പരീക്ഷയൊക്കെ ക്രാക്ക് ചെയ്ത് മേലോട്ട് പോകാൻ പറ്റും. അപ്പൊ 70 മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത് പഠിച്ചാൽ ജോലി കിട്ടുന്ന ഒരു സാധനമാണ്. എനിക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, അതായത് ഗ്രൂപ്പ് ഡി എക്സാം പഠിച്ചിട്ട് പോയൊരു കുട്ടിയാണെങ്കിൽ, ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് ഗ്രൂപ്പ് ഡി എക്സാം പഠിച്ചിട്ട് പോയൊരു കുട്ടിയാണെങ്കിൽ, കൃത്യമായിട്ട് പഠിച്ചിട്ട് പോയൊരു കുട്ടിയാണെങ്കിൽ, ആ കുട്ടി ഒരിക്കലും പറയത്തില്ല എനിക്ക് ഈ എക്സാം പാടായിരുന്നു, എനിക്ക് കിട്ടത്തില്ല. അങ്ങനെ ഒരു കുട്ടിയും പറയത്തില്ല. താഴെ വേണമെങ്കിൽ അവർക്ക് കമന്റ് ഇടാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ലക്ക് പരീക്ഷിക്കാൻ വേണ്ടി പോയ ആൾക്കാർ, അല്ലെങ്കിൽ കുറച്ച് മാത്രം പഠിച്ചിട്ട് പോയ ആൾക്കാരാണെങ്കിൽ പറയും ഓക്കെ എക്സാം പാടായിരുന്നു, കിട്ടത്തില്ല. പക്ഷെ പഠിച്ചിട്ട് പോയിട്ടൊരു കുട്ടിയാണെങ്കിൽ അവൻ ഉറപ്പായിട്ടും ഇപ്പൊ നടന്നേക്കുന്ന ഗ്രൂപ്പ് ഡി എക്സാം കിട്ടിയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി അടുത്ത വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ചാൻസ് ആണ്. അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു കുട്ടിയുടെ മനസ്സിനകത്ത് ഇങ്ങനെയായിരിക്കും വരുന്നത്, എനിക്ക് 1 മാസം കൂടെ പഠിക്കാൻ സമയം കിട്ടിയിരുന്നെങ്കിൽ, ഒന്നും കൂടെ ഞാൻ നേരത്തെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പോൾ പഠിച്ചു തുടങ്ങിക്കോ. ഇങ്ങനെയാണ് എക്സാം പാറ്റേൺ വരുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ മറ്റൊരു ഡൗട്ടാണ്, ഏതൊക്കെ ഭാഷയിലാണ് എക്സാം വരുന്നത്? മക്കളെ, മലയാളത്തിലും എക്സാം എഴുതാൻ സാധിക്കും. അതായത് എക്സാമിനകത്ത് നോക്കുക, 13 ലാംഗ്വേജിൽ എക്സാം എഴുതാൻ പറ്റും. അതായത് ഇംഗ്ലീഷും ഹിന്ദിയും കൂടാതെ 13 ലാംഗ്വേജിൽ എക്സാം എഴുതാൻ സാധിക്കും. ആസാമീസിൽ എക്സാം എഴുതാൻ സാധിക്കും. ബംഗാളി, ഗുജറാത്തി, കന്നഡ, കൊങ്കണി, മലയാളം, മണിപ്പൂരി, മറാത്തി, ഒഡിയ, പഞ്ചാബി, തമിഴ്, തെലുങ്ക്, ഉറുദു എന്നീ 13 ഭാഷകളിലും കൂടെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കും. മലയാളം ഓപ്റ്റ് ചെയ്യുന്നവർക്ക് മലയാളം തന്നെ ഓപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഏജ് ലിമിറ്റിന്റെ കേസ് വരുന്നത്. ഇനി ഗ്രൂപ്പ് ഡിക്ക് ഒരു അടിപൊളി പ്രിപ്പറേഷൻ വേണ്ടേ? സൂപ്പർ നോട്ട്സിന്റെ ഗ്രൂപ്പ് ഡി ലോങ് ടേം ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലും ക്ലാസ് കിട്ടും, മലയാളത്തിലും ക്ലാസ് കിട്ടും. നല്ല അടിപൊളി പ്രിന്റ് റെഡി ആയിട്ടുള്ള PDF നിങ്ങൾക്ക് കിട്ടും. ആദ്യമേ തന്നെ ഒരു ടെസ്റ്റ് പാക്ക് നിങ്ങൾക്ക് ആഡ് ആകും.
അതായത് നിങ്ങളുടെ വിജയത്തിനായിട്ട് എന്തൊക്കെ വേണമോ അതെല്ലാം സൂപ്പർ നോട്ട്സ് നിങ്ങൾക്ക് തന്നിരിക്കും. അപ്പോൾ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അഡ്മിഷൻ ഓപ്പൺ ആണ്. എത്രയും പെട്ടെന്ന് തന്നെ 8281223366 ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ, അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടേക്കാം. ആ ഗൂഗിൾ ഫോം നിങ്ങളൊന്ന് ഫില്ല് ചെയ്തോ. ആദ്യം ജോയിൻ ചെയ്യുന്ന 250 പേർക്ക് മാത്രമേ ബാച്ചിനകത്ത് ജോയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ മക്കളെ, ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോടാം. പിന്നെ നന്നായിട്ട് പഠിച്ചോ, നമ്മൾ നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ മറ്റൊരു സെഷനിൽ കാണാം. വെയിറ്റ് ചെയ്യാം നമുക്ക് ജനുവരി 21 വരെ. അന്ന് നോട്ടിഫിക്കേഷൻ താഴത്തെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു ഓൾ.